പണ്ട് കാലങ്ങളിൽ വെട്ടം വെളിച്ചൊന്നും ഇല്ലായിരുന്നുണ്ടേ പ്രേതങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് രാത്രി ഇറങ്ങാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. രാവിലെ പണിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. എല്ലാ ദിവസം ഈ വഴി തന്നെയാണ് പോകുന്നതും വരുന്നതും. ഒരു ദിവസം ഞാൻ ഈ വഴി വന്നപ്പോഴത്തേക്കും ഒരു വെളുത്ത സാരിയെ കൊടുത്തൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുക. പ്രേതത്തിനെ കണ്ടതും പേടിച്ചിട്ട് ആദ്യം നിന്നു, എന്നിട്ട് ഇറങ്ങി ഓടി 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 നേരെ വീട്ടിൽ കയറി കഥ കളിച്ച്. പിറ്റേ ദിവസം ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ഇതങ്ങ് പറഞ്ഞു. ഇത് സത്യമാണെന്ന് അറിയാനായിട്ട് അവരും പോയി. അവരും കണ്ടു പ്രേതത്തിന്. ഒരു ദിവസം ഞാൻ ഒരു പ്ലാൻ ഇട്ടു. നമുക്കെല്ലാവർക്കും പല ഭാഗത്തായിട്ട് ഒളിച്ചിരിക്കാം. ഈ ശരിക്കും പ്രേതമാണോ അതോ മനുഷ്യനാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ അതുപോലെ പണിയും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അതേ പ്രേതം അതേ വഴി തന്നെ നിൽപ്പുണ്ട്. ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് ചാടി ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്തു. കൂട്ടുകാരൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി ചവിട്ട് കിട്ടിയിട്ട് ഒരു പോച്ചക്കകത്തിൽ കയറി പോകണമെന്നേ കാണുന്നുള്ളൂ. കുറച്ചേരം കഴിഞ്ഞ് അതിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങോട്ടേക്ക്, ഇത് പ്രേതവും ഭൂതവും അല്ല, ഇത് നമ്മുടെ അപ്പുറത്തെ വീട് രാഘവൻ ചേട്ടനാണെന്ന്. എല്ലാരും കൂടെ ഓടി വന്ന് പിടിച്ച് അപ്പുറത്തെ മരത്തെ കെട്ടിയിട്ട് എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഇവിടെ പ്രേതമൊന്നുമില്ല. ആ ഇടി കിട്ടിയതിന് ശേഷം രാഘവൻ ചേട്ടൻ ആരും കണ്ടിട്ടില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു രസകരമായ കഥകൾ കേൾക്കാനായിട്ട് സബ്സ്ക്രൈബ് കോമറ്റ് സ്റ്റോറീസ്.